ദൈവത്തിന്റെ വലിയ താഴ്മയോടെ
സകല ജനങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. എന്തെന്നാൽ അവന്റെ കൃപ നമ്മെ
സർവാധിപനെ ദുഷ്ടന്മാർ നിന്ദിക്കുന്നതു കാണുമ്പോൾ സോദരരെ സന്താപത്താൽ ആരെയോ വിലപിക്കില്ല. ദൈവം നിന്നോ മനസാ കഷ്ടത കൈക്കൊണ്ടു മുഖത്തു പതിച്ചപ്പോൾ കരുണാനിധി കോപിച്ചില്ല. മോശേനിൻ പീഠത്തിലിതാ കയ്യാപ്പാനിൽ പതുകാണ്ട അഹരോനെ ന്യായാധിപനാ അന്നാനെ പ്രതിവീലപിക്കാം. സുഖിടുവിൻ പകയന്മാരെ ഇവരെന്തപരാധം ചെയ്തു പാരം പുണ്യം ചെയ്തോനെ നിങ്ങളധിക്ഷേപിക്കുന്നു. വാനിൽ വിറകൊള്ളും മഹിമാവുള്ളോ പാരിൽ പാരം പാടേറ്റു പാർക്കിൽ വിശ്വമഹാശ്ചര്യം പാർക്കുമോ. പരിശുദ്ധ സഭേ മനസാവന്നതി കഷ്ടതയാ സുതരുടെ ദാസ്യം തീർത്തോനാം ദൈവാത്മജനെ കീർത്തിക്കാം. വിഗ്രഹവും കരുണയും യാചിക്കണം. ഭൂമിയിൽ നിന്നും വീരനുമായി കാണപ്പെടുകയും ചെയ്തവനായി സ്തുതികളിൽ പ്രബലനും പുകഴ്ചകളിൽ മഹോന്നതനും ഞങ്ങളുടെ കഷ്ടതകളെ വഹിപ്പാനും ഞങ്ങളുടെ നൊമ്പരങ്ങളെ സഹിപ്പാനുമായിട്ട് തന്റെ സ്ഥലത്ത് നിന്ന് ഇറങ്ങി വന്നവനായി കഷ്ടതകളിൽ നിന്ന് ഉയർന്നിരിക്കുന്നവനും വേദനകളിൽ നിന്ന് അകന്നിരിക്കുന്നവനും തന്നെ പുരുഷതർച്ചവരെ തന്റെ നീതിയാൽ ചിത്രിക്കുകയും തന്റെ കൃപയാൽ തന്റെ ആരാധകരെ കൂട്ടിച്ചേർക്കുകയും ചെയ്ത നീതിമാനും സത്യവാനുമായ കർത്താവിനെ സ്തുതി. തനിക്ക് സന്ധ്യാപ്രാർത്ഥനയുടെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുസ്സുള്ള ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. സർവശക്തനും സർവാധിപതിയും ജീവനുള്ളവനും ഭാഗ്യവാനുമായ പിതാവിന്റെ ജീവനുള്ള വചനവും സഹായങ്ങളുടെ ഉറവയും നാശമില്ലായ്മയെ പ്രദാനം ചെയ്യുന്നവനും സകല അറിവിനും വിജ്ഞാനത്തിനും മേലായിരിക്കുന്നവനും ഉന്നതമായ തന്റെ ദൈവത്തിന്റെ അദൃശ്യാവസ്ഥയിൽ സൃഷ്ടികളുടെ അതിർത്തിയായിരിക്കുന്ന ദൈവമായ കർത്താവേ, പാപവികാരങ്ങളാൽ നീക്കി സ്വമനസാൽ സാത്താന്റെ കയ്യിൽ കുടുങ്ങിയിരിക്കുന്ന നിന്റെ സ്വരൂപത്തെ നീ കണ്ടപ്പോൾ അനുകമ്പ തോന്നി ദേഹത്തോടും ആന്തരികമായ ദൈവത്തോടും കൂടെ നീ ചേരുകയും വ്യത്യാസം കൂടാതെ പൂർണ്ണ മനുഷ്യനായി തീരുകയും നിന്റെ ദൈവത്വത്തിൽ സ്ഥിതി ചെയ്യുകയും ചെയ്തു. ലോകത്തിൽ സഞ്ചരിച്ചവനും കാലയളവിൽ ഉൾപ്പെടാത്തവനും കാലങ്ങൾക്ക് മേലായിരിക്കുന്നവനും അവർണ്ണനീയമായ അത്ഭുതവും അനിർവചനീയമായ അതിശയവുമായിരിക്കുന്ന നീ കാലങ്ങൾക്ക് വിധേയനായി വർദ്ധിച്ചു. അത്ഭുതങ്ങളും കഷ്ടതകളും താഴ്മയും ഉയർച്ചയും ബലഹീനതയും പരാക്രമവുമായ ദൈവികവും മാനുഷികവുമായ നിന്നിൽ കണ്ടെത്തപ്പെട്ടിരിക്കുന്ന സംഗതികളാൽ അനേകരും വിസ്മയിപ്പാനും രാജാക്കന്മാർ തങ്ങളുടെ വായിലെ അടച്ചു കളയുവാനും തക്കവണ്ണം നീ ലോകത്തിൽ താമസിച്ചു. എന്തെന്നാൽ നിന്റെ നടപടികളിൽ നിന്ന് അത്ഭുത കാര്യങ്ങൾ ഉദിച്ചു, നിന്റെ താഴ്മയിൽ നിന്ന് നിന്റെ പുകഴ്ചകൾ മുളച്ചു. ഇങ്ങനെ
അധികാരികളിൽ നീ വിസ്മയത്തെ തൂകി. അവർ നിന്നെ തിരിച്ചറിഞ്ഞില്ല. അവർ നിന്നെക്കുറിച്ചുള്ള കേൾവിയെ വിശ്വസിച്ചില്ല. ലോകത്തിലെ തത്വജ്ഞാനം തിങ്ങിഞ്ഞെരുങ്ങി. അഗ്നിയും വെള്ളവും പ്രകൃതിക്ക് മീതെ കഷ്ടപ്പെടുന്നു. ചാഞ്ഞുപോയതായ സൃഷ്ടിയെ കാണുവാനായിട്ട് വന്നു നീ. ചതഞ്ഞ ഞങ്ങളെ എന്ന് പറയപ്പെടുകയും ഇരുണ്ട ലോകത്തെ പ്രകാശിപ്പാനായിട്ട് വന്നു നിന്നെ മങ്ങി കത്തുന്ന വിളക്കെന്ന് വിളിക്കുകയും ചെയ്തു. ഞങ്ങളുടെ പൂർവ്വ സൗന്ദര്യം വീണ്ടും തരുവാനായിട്ട് വന്നു നീ. മനുഷ്യരിൽ വെച്ച് വിരൂപനെന്ന് വിളിക്കപ്പെട്ടു. ഞങ്ങൾക്ക് ബഹുമാനവും ഉന്നതിയും നൽകുന്നതിന് നീ നിന്നിലെന്നും മനുഷ്യരിൽ അധമനെന്നും നാമം ധരിച്ചു. ഞങ്ങൾക്ക് പൂർണ്ണമോചനം തരുന്നതിന് വേണ്ടി ഞങ്ങളുടെ പാപങ്ങളുമായി കണ്ടുമുട്ടി. എന്തെന്നാൽ നിന്റെ മുറിവുകളാൽ ഞങ്ങൾ സൗഖ്യപ്പെടുവാനും നിന്റെ രോഗത്താൽ സ്വസ്ഥപ്പെടുവാനും വേണ്ടി സത്യമായിട്ട് നീ ഞങ്ങളുടെ കഷ്ടതകളെ സഹിക്കുകയും ഞങ്ങളുടെ വേദനകളെ അനുഭവിക്കുകയും ചെയ്തു. കഷ്ടതകളിൽ നിന്ന് അകന്നിരിക്കുന്നവനെ, നൊമ്പരങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും വേർപെട്ടിരിക്കുന്നവനെ, പാപം ചെയ്യാത്തവനും തന്റെ വായിൽ വഞ്ചന കണ്ടെത്തപ്പെടാത്തവനുമായുള്ളവരെ, നിനക്ക് ഇഷ്ടം തോന്നി നിന്നെ തന്നെ കാട്ടി കഷ്ടത അനുഭവിക്കുകയും ഞങ്ങളുടെ വർഗത്തലവന്റെ പാപങ്ങളെയും വേദനകളെയും നിന്റെ മേൽ കൈയേൽക്കുകയും ചെയ്തു. ഇത് ഹേതുവായിട്ട് നിന്നെ കുറിച്ച് അപഖ്യാതിയും പറഞ്ഞു. നിന്റെ ചരിത്രത്തിൽ മുറിവുകളും കഷ്ടതകളും സംസാരിക്കപ്പെട്ടു. നിന്റെ ദൈവികമായ സകല വ്യാപാരത്തിന്റെയും അന്ത്യത്തിൽ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കൊല്ലപ്പെടുവാനും നീ സന്നദ്ധനാവുകയും ഞങ്ങളുടെ മരണത്തെ ജീവിപ്പിക്കുന്നതായ മരണത്തിന് ഒരുങ്ങുകയും ചെയ്തു. ഞങ്ങളുടെ അധർമ്മം നിമിത്തം അവന്ദനീയമായ താഴ്മ നീ സമ്പാദിച്ചു. ഞങ്ങളുടെ കോപത്തിന് പകരം അറുതിയില്ലാത്ത ശാന്തത കാണിച്ചു. നീ വായി തുറക്കാതെ കഠിനമായ താഴ്മയാൽ ഞങ്ങൾക്ക് വേണ്ടി വർദ്ധിച്ച പോരാട്ടത്തിന് നിന്നെ നീ ഒരുക്കി. നീ കൊലയ്ക്ക് കുഞ്ഞാട് പോലെ കൂട്ടിക്കൊണ്ടു പോകപ്പെടുകയും രോഗം കത്തിരിക്കുന്നവന്റെ മുൻപാകെ പെണ്ണാട് പോലെ മൗനമായിരിക്കുകയും ചെയ്തു. ദീർഘദർശനത്തിൽ നിന്നെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നവയെ സഹിപ്പാനായിട്ട് കാരാഗ്രഹത്തിൽ നിന്നും ന്യായാസനത്തിൽ നിന്നും നീ ഒളിച്ചോടിപ്പോയില്ല. നീ പിന്തിരിക്കുകയാകട്ടെ വാദിച്ചു നിൽക്കുകയാകട്ടെ ചെയ്തില്ല. എന്നാലോ നിന്റെ ദേഹത്തിന്റെ അടിസ്ഥാനങ്ങൾക്ക് കൊടുക്കുകയും നിന്റെ കവൽക്കടകളെ ദണ്ഡനങ്ങൾക്കായിട്ടും നിന്റെ മുഖത്തെ തുപ്പലിനും വെക്കുകയും ചെയ്തു. നിന്റെ മുഖത്തെ നെച്ചിൽ നിന്ന് പിന്തിരിക്കാതെ നിന്റെ തൃക്കൈകളും കാലുകളും ആണി തുറപ്പാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. നിന്റെ വിളാവിനെ കുന്തത്തിനും നിന്റെ വസ്ത്രങ്ങളെ ചീട്ടിയിട്ട് വീതിക്കുന്നതിനും നിന്റെ വായെ കാടിയും കയ്പും കുടിക്കുന്നതിനും ഏൽപ്പിച്ചു കൊടുത്തു. ഇങ്ങനെ നിന്ദയുടെ ദുഷ്മയിൽ നീ തൂക്കപ്പെടുകയും അധർമ്മികളോടുകൂടെ എണ്ണപ്പെടുകയും നിന്നെ കാണുന്ന എല്ലാവരാലും പരിഹസിക്കപ്പെടുകയും നിന്റെ ചുറ്റുമുള്ളവരാൽ നീ നിന്ദിക്കപ്പെടുകയും ചെയ്തു. മരണത്തിന് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും പ്രബലന്മാർക്ക് കവചം വിഭജിച്ചു കൊടുക്കുകയും അനേകം ജാതികളെ തിരിച്ചു വരുത്തി നിന്റെ പിതാവിന്റെ ഇഷ്ടം നിന്നെ നിവർത്തിയാക്കുകയും ചെയ്തു. നിന്റെ കഷ്ടാനുഭവം നേരത്തെ വ്യാപനപ്പെടാതിരിക്കാനും നിന്റെ പുരുഷന്മാരുടെ അവസരത്തിൽ വിരുദ്ധപ്പെടാതിരിക്കാനുമായിട്ട് നിന്റെ ശിഷ്യന്മാർക്ക് നിന്റെ രഹസ്യത്തെ വെളിപ്പെടുത്തി കൊടുക്കുകയും നിനക്ക് സംഭവിക്കാനിരിക്കുന്നതിനെ നിന്റെ സ്ത്രീകന്മാരോട് അറിയിക്കുകയും ചെയ്തു. ഇത് ഹേതുവായിട്ട് ഈ സുഗന്ധ ധൂപം മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നത് എന്തെന്നാൽ ഈ ഇഷ്ടമായ സകല ദുഃഖത്തെയും ആത്മാവിനെ നശിപ്പിച്ച നിന്നിൽ നിന്ന് അകറ്റുന്ന അസഹനീയമായ സകല കഷ്ടതകളെയും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. പിന്മാറാത്ത പരിപൂർണമായ പശ്ചാത്താപം ഉണ്ടാക്കുവാനും നിന്റെ സംഗീത സ്ഥലത്ത് എപ്പോഴും അടുത്തു വരുവാനുമായി ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള പ്രശസ്തമായ കഷ്ടാനുഭവവും ഞങ്ങളുടെ അകൃത്യങ്ങളെ കുറിച്ചുള്ള വിസ്മരണീയമായ വ്യസനവും ഞങ്ങൾക്ക് നീ നൽകണമേ. ഞങ്ങൾ വെളിപ്പോടും വിശുദ്ധിയോടും കൂടെ നിരക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. വാഴ്ത്തുമോ ഓശോ സ്വാലിയ ഒൽമീ പരിഹാരം പാപമോചനം നാം കൈക്കൊള്ളാറാകട്ടെ. നമ്മുടെ കർത്താവിനോട് ശിഷ്യന്മാർ പറഞ്ഞതാവിത്
ഈ ഉപമ ഞങ്ങൾക്ക് വ്യക്തമാക്കി തരിക. സാധാരണയായി തീർന്നുകൊണ്ട് നിന്റെ യഹൂദന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നവൻ ആരാകുന്നു? കർത്താവ് ഉത്തരമായിട്ട് ഭയചകിതരായിരുന്ന ശിഷ്യന്മാരോട് അരുളി ചെയ്തു, എന്നോടൊന്നിച്ച് കാലത്തിൽ കൈമുക്കുന്നവൻ യഹൂദ ജനത്തിന് എന്നെ ഒറ്റിക്കൊടുക്കും. നീതാത്മാക്കൾ ക്രൂശിക്കുന്നു.
അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, അങ്ങനെ ശുദ്ധീകരണത്തിനായി ഗ്രാമങ്ങളിൽ നിന്ന് പലരും പോയി ദേവാലയത്തെക്കുറിച്ച് യേശുവിനെ അന്വേഷിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ടും പെരുന്നാൾ വരികയില്ലെന്ന് ചോദിച്ചു. അവരെ പിടിക്കുവാൻ വേണ്ടി രാജാക്കന്മാരും ദേശീയന്മാരും മരിച്ചവരിൽ നിന്ന് ശുശ്രൂഷിക്കുകയായിരുന്നു. യഹൂദന്മാർ വലിയ സമൂഹം അവർ മാത്രമല്ല അവർ യഹൂദനിൽ വളരെ വിട്ട് യേശുവിൽ വിശ്വസിച്ചിരുന്നു. ലമറിയോ
ഉത്സാഹികളായ ഋഷികളായ ഇതിന്റെ വാസത്തിന് ധർമ്മധാനികൾ ഇതിന്റെ മഹാത്മത്തിന് ബുദ്ധത്തിന് എടുക്കുവാനികൾ ഇതിന്റെ വാസത്തിന് ധർമ്മമായി നിന്റെ ശ്രേഷ്ഠ വാസത്തിന് ഋഷികളായ സ്ഥിരവാഴും ഇതിന്റെ നിയമങ്ങളുടെ രാജ്യത്തിന് സ്ഥിരമായ ആദ്യങ്ങളും ഇതിന്റെ മുന്നിലാഴത്തെ വരുത്തുവാനും ഇതിന്റെ മണവായപ്പെടുന്ന ഞങ്ങൾ അവിടെ
കുടുംബത്തിന്റെ തലവൻ പൂർവ്വകാല ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കി ദീർഘമായ ഒരു പ്രഭാഷണം നടത്തുന്ന പാരമ്പര്യം യഹൂദന്മാരുടെ ഇടയിലുണ്ടായി. അതിന് സമാനമായി ശിഷ്യന്മാരുടെ മധ്യത്തിൽ സുദീർഘമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സംസാരിക്കുന്ന വേദഭാഗമാണ് വിശുദ്ധനായ യോഹന്നാൻ സ്ലീഹയുടെ സുവിശേഷം 14 മുതൽ 17 വരെയുള്ളതായ അധ്യായം. ഈ വിടവാങ്ങൽ പ്രഭാഷണത്തിലെ ഏറ്റവും പ്രാധാന്യം വഹിക്കുന്ന ഒരു ഭാഗമാണ് മുന്തിരിച്ചെടിയെയും അതിന്റെ ശാഖകളെയും അടിസ്ഥാനമാക്കി കർത്താവ് നൽകുന്നതായ കൃത്യമായ സന്ദേശം. വിശുദ്ധനായ യോഹന്നാൻ സ്ലീഹയുടെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 1 മുതൽ 11 വരെയുള്ളതായ ക്രിസ്തുവും വിശ്വാസികൾ തമ്മിലുള്ള ബന്ധം മുന്തിരിച്ചെടിയുടെ ദൃഷ്ടാന്തത്തിലൂടെ വളരെ വ്യക്തമായി നമ്മളെ മനസ്സിലാക്കുന്ന ഒരു വേദഭാഗമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. മുന്തിരിച്ചെടിയെ ആശ്രമമാക്കിയുള്ള പ്രസ്താവന യഹൂദ മനസ്സിൽ ഇപ്പോൾ തന്നെ പതിയുന്നതാണ്. അതിനുള്ള കാരണം പഴയ നിയമത്തിൽ ഇസ്രായേലിലെ ദൈവത്തിന് മുന്തിരിത്തണ്ടായും മുന്തിരിപ്പള്ളിയുമായും സ്വീകരിക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മക്കാബിയർ സ്ഥാപിച്ച അസ്മോണിയൻ ഡൈനാസ്റ്റി ഇസ്രായേലിൽ ഭരണം നടത്തിയിരുന്ന കാലത്ത് രാജ്യത്തിന്റെ ചിഹ്നമായി അവർ സ്വീകരിച്ചത് മുന്തിരിച്ചെടിയാണ്. അവരുടെ നാണയങ്ങളിലും ഈ മുന്തിരിച്ചെടി വഹിച്ചു. ദേവാലയത്തിന്റെ ചുവരിലും മുന്തിരി ചിത്രീകരിച്ചു. അങ്ങനെ മുന്തിരിച്ചെടി എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഒരു മുദ്ര അടയാളമായി തന്നെ കരുതി. എന്നാൽ ഇതേ മുന്തിരിച്ചെടിയായ ഇസ്രായേൽ ഫലപ്രായങ്ങളുമായി സമൂഹമായും അല്ലെങ്കിൽ അതപ്പതിച്ചു പോയ സമൂഹമായും യിരെമ്യാ പ്രവാചകനും യെശയ്യാ പ്രവാചകനും സങ്കടപൂർവ്വം ചിത്രീകരിക്കുന്നു. ഞാനാകുന്നു സാക്ഷാൽ യഥാർത്ഥമായ മുദ്രത്തിനുള്ള കർത്താവിന്റെ പ്രഖ്യാപനം ഈ ഒരു പശ്ചാത്തലത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത്. ക്രിസ്തുവിലൂടെയുള്ള സജീവമായ മുദ്രത്തിലൂടെ മാത്രമേ രക്ഷയും ഫലസമൃദ്ധിയും സാധ്യമായി തീരൂ. വളരെ വിശിഷ്ടമായ ഒരു അധ്യായമാണ്. സാക്ഷാൽ മുദ്രത്തിലുണ്ടായ ക്രിസ്തുവിലൂടെ സകല മനുഷ്യരും ദൈവവുമായി ഒരു പുതിയ ബന്ധത്തിലേക്ക് കടന്നു വരണം എന്ന ആഹ്വാനമാണ് ഈ വേദഭാഗം നമ്മളോട്. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. ഈ വേദവാക്യത്തിന്റെ വിവിധ വേദപുസ്തക പരിഭാഷകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ന്യൂ ഇന്റർനാഷണൽ വെർഷനിൽ പ്രകാരം എഴുതിയിരിക്കുന്നു, റിമെയിൻ ഇൻ മീ as I also remain in you. എന്നസാരിയിലേക്ക് വരുമ്പോൾ abide in me and I in you. മൂലഭാഷയായ ഗ്രീക്കിൽ മീനേജ് എൻ എമോയി കാർബോ എൻ ഹൈനി എന്നിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. വസിപ്പീൻ എന്ന വാക്കിന്റെ ഗ്രീക്ക് പദം മെന എന്നാണ്. അബൈഡ് എന്നും റിമെയിൻ എന്നും ഉപയോഗിക്കുന്ന ഈ പദത്തിന്റെ അർത്ഥതലങ്ങൾ പരിശോധിക്കുമ്പോൾ ടു കണ്ടിന്യൂ, dwell, endure എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ്. അതായത് വേരൂന്നിയതും സ്ഥിരതയുള്ളതും ചലിക്കാത്തതുമായ ഇതിന്റെ ആശയമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനോട് ചേർന്ന് വിന എന്ന വാക്ക് ഏയോരിസ് ആക്റ്റീവ് ഇമ്പരേറ്റീവ് ടെൻസിലാണ് മൂലഭാഷയായി ഉപയോഗിക്കുന്നത്. ഈ ടെൻസ് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കുന്നത് അർജന്റ് പോസിറ്റീവ് വൺ ടൈം കമാൻഡ്സിനെ സൂചിപ്പിക്കുന്നത്. അതായത് അടിയന്തരമായി ഒരിക്കൽ മാത്രം നൽകുന്നതായ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ആവശ്യമായിട്ടുള്ള കൽപ്പനകൾ നൽകുവാൻ വേണ്ടിയാണ് അതിനെ സൂചിപ്പിക്കുന്നതാണ് ഗ്രീക്ക് ഭാഷയിലെ ഏയോരിസ് ആക്റ്റീവ് ഇമ്പരേറ്റീവ് ടെൻസ്. അതായത് ക്രിസ്തുവിൽ വസിക്കുക എന്നുള്ളത് ആത്യന്തികമായ ഒന്നാണ് എന്നുള്ള സൂചനയാണ്. ആയതിനാൽ ക്രിസ്തുവിൽ വസിക്കുക എന്നുള്ളതിനെ നമുക്ക് ഇപ്രകാരം സംഗ്രഹിക്കാം. ഒന്നാമതായി, to abide in Christ is an inseparable communion with Christ. ക്രിസ്തുവുമായുള്ള അഭേദ്യമായ കൂട്ടായ്മയാണ് ക്രിസ്തുവിൽ വസിക്കുന്നതായ അനുഭവം. തായ്തടിയും ശിഖരങ്ങളും തമ്മിലുള്ള ബന്ധം വേർതിരിക്കുവാൻ പാടില്ലാത്തതാണ്. It is an organic union. It is an inseparable union. സുദൃഢമായ ഒരു ബന്ധമാണ്. പരിശുദ്ധനായ പൗലോസ് ക്രിസ്തുവും വിശ്വാസികളും തമ്മിലുള്ള ബന്ധത്തെ ശിരസ്സും ശരീരവുമായുള്ള ബന്ധമായിട്ടാണ് വിശദീകരിച്ചിരിക്കുന്നത്. ശിരസിൽ നിന്നും ശരീരം വേർപെട്ട് കഴിഞ്ഞാൽ അതിന് എതിർപ്പില്ല. അതേപോലെ തന്നെ മുന്തിരി ചെടിയുടെ ശിഖരങ്ങൾ തായ്തടിയിൽ നിന്നും വേർപെട്ടു പോയാൽ അതിന് എതിർപ്പില്ല. വിശുദ്ധമായ
കുർബാന സ്ഥാപനത്തിന് ശേഷമുള്ളതായ ഒരു പ്രഭാഷണമാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൽ വസിക്കുന്ന അനുഭവമാണ് നമുക്ക് ക്രിസ്തു കുർബാനയിലൂടെ മനസ്സിലാക്കുവാനായി സാധിക്കുന്നത്. ആയതിനാൽ ശാഖകൾ മുദ്രിച്ചതിൽ വസിക്കുന്നതായ ആശയം ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. സഭാപിതാവായ വിശുദ്ധനായ മക്കാരിയോസ് നമ്മളെ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്: വീഞ്ഞു കുടിക്കുന്ന ഒരുവന്റെ എല്ലാ ശരീരഭാഗങ്ങളിലും വീഞ്ഞ് അലിഞ്ഞു ചെയ്യുകയും അയാളിൽ വീഞ്ഞ് ലയിക്കുകയും അയാൾ വീഞ്ഞ് ലയിക്കുകയും ചെയ്യുന്നതുപോലെ ക്രിസ്തുവിന്റെ രക്തം കുടിക്കുന്ന ഒരുവൻ അവന്റെ ദൈവിക തത്വത്തിന്റെ ആത്മാവിനെ സംശയിക്കുന്നു. ക്രിസ്തുവിന്റെ ആത്മാവിന്റെ പൂർണ്ണമായ ആത്മാവിനോടും അയാളുടെ ആത്മാവ് ക്രിസ്തുവിന്റെ ആത്മാവിനോടും ചെയ്യുന്നു. അയാളുടെ ആത്മാവ് ഇത്തരത്തിൽ ശുദ്ധീകരിക്കപ്പെട്ടതിനാൽ അത് കർത്താവിനോട് ചെയ്യുന്നു. ഇവിടെ സഭാപിതാവായ വിശുദ്ധനായ മക്കാരിയോസ് നമ്മളെ പഠിപ്പിക്കുന്നത് വിശുദ്ധമായ കുർബാന അനുഭവത്തിലൂടെ നാം അവനിലും അവൻ നമ്മിലും ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ചാണ്. ക്രിസ്തുവിൽ വസിച്ച് നമ്മുടെ ആത്മാവ് ക്രിസ്തുവിനോടും ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മിലും വസിക്കുന്നതായ ആ അനുഭവം. എന്നാൽ നാം ഇവിടെ ശബ്ദമായി ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനൊരു അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കുന്നത് ദൈവിക സ്വഭാവത്തിലേക്ക് വളരുവാൻ നമുക്ക് സാധിക്കുന്നത് ക്രിസ്തുവിന്റെ സ്വഭാവ സവിശേഷതകളെ നമ്മുടെ ഉള്ളിലേക്ക് സാംശീകരിച്ച് അപ്രകാരം പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയുന്നു. സകല മനുഷ്യരെയും ഒന്നായി കണ്ട് എല്ലാവരെയും സ്നേഹിക്കുവാൻ മാത്രം നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് മുമ്പിൽ നിൽക്കുന്നു. ഇതിനൊക്കെയുള്ള ഉത്തരമാണ് രണ്ടാമതായിട്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിൽ വസിക്കുക എന്നത് ഊർജ്ജസ്വലമായ സ്ഥിരോത്സാഹത്തിലൂടെ മാത്രം സാധ്യമായി തീരുന്നു. To abide in Christ is the process of energetic perseverance. ശിഖരങ്ങൾക്ക് ആവശ്യമായ പോഷണം തായ്തടയിൽ നിന്നും ശേഖരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ശേഖരിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ അവയ്ക്ക് നിലനിൽക്കും. ഈ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഈ കണ്ടിന്യൂസ് പ്രോസസ്സാണ് ക്രിസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ക്രിസ്തു വൽക്കരണം. ക്രിസ്തുവിൽ വസിച്ച് ദൈവിക സ്വഭാവത്തിലേക്കും ദൈവിക സാദൃശ്യത്തിലേക്കുമുള്ള ആ വളർച്ച. സഭാപിതാവായ മിശിഹായിലെ വിശുദ്ധനായ ഗ്രിഗറി പ്രധാനമായി പഠിപ്പിക്കുന്നുണ്ട്: മനുഷ്യൻ ദൈവ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടുന്ന പ്രക്രിയയാണ്. ഒരു വ്യക്തി എല്ലാവിധമായ തിന്മകളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുമ്പോൾ അവൻ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സാദൃശ്യമാണ്. പരിശുദ്ധനായ പൗലോസ് നമ്മൾ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്: കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യം: എന്നാൽ നമ്മുടെ മൂടുപടം അണിയാത്ത മുഖത്ത് കർത്താവിന്റെ തേജസ്സ് കണ്ണാടി എന്ന പോലെ പ്രതിഫലിക്കും. ആത്മാവായ കർത്താവിൽ നിന്ന് തേജസ്സിനെ തേജസ്സ് സ്ഥാപിച്ച് അതേ സാദൃശ്യമായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കും. ഇവിടെ പരിശുദ്ധനായ പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ മൂടുപടം അണിയാത്ത മുഖത്ത് കർത്താവിന്റെ തേജസ്സ് കണ്ണാടി എന്ന പോലെ പ്രതിഫലിക്കും. അതേപോലെ സഭാപിതാവായ വിശുദ്ധനായ ഗ്രിഗറി നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാ തിന്മകളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ഒരുവൻ ദൈവത്തിന്റെ സാദൃശ്യത്തിലേക്ക് അടുത്തു. ഇവിടെ മൂടുപടം അണിയാത്ത മുഖവും തിന്മയിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നാം ദൈവത്തിന്റെ സാദൃശ്യത്തിലേക്ക് കടന്നു വരുമെന്ന് പറയുന്നത് പാപത്തിൽ നിന്നും തിന്മയിൽ നിന്നും അകന്നിരിക്കുന്നതായ ഒരു അവസ്ഥയാണ് ഇവിടെ പ്രധാനമായും സൂചിപ്പിക്കുന്നത്. തിന്മപ്പെട്ടവരിൽ നിന്നും അവരുടെ സൈനികളിൽ നിന്നും പാപത്തിൽ നിന്നും അകന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ മാത്രമേ നമുക്ക് ഈ ദൈവിക സാദൃശ്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എപ്രകാരമാണ് ഈ പാപത്തിൽ നിന്നും തിന്മയിൽ നിന്നും നമുക്ക് ഒഴിഞ്ഞിരിക്കുവാൻ സാധിക്കുന്നത്? ഒന്നാമതായിട്ട് ത്രൂ ഏർലി ഇന്റർവെൻഷൻ, ആദ്യകാല ഇടപെടൽ. 137-ാം സങ്കീർത്തനം 9-ാം വാക്യം: നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്നവൻ ഭാഗ്യവാൻ. സങ്കീർത്തനക്കാരൻ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നിന്റെ പാപങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ അതിനെ നശിപ്പിച്ചു കളയുക. The process of nipping them up. പാപചിന്തകളെ ഉള്ളിക്കളയുവാൻ നമുക്ക് സാധിക്കും. രണ്ടാമതായിട്ട് ത്രൂ merciless destruction, കരുണയില്ലാത്ത നശീകരണത്തിലൂടെ. പരിശുദ്ധനായ മത്തായി സുവിശേഷം 18-ാം അധ്യായം 9-ാം വാക്യം:
നിന്റെ കണ്ണ് നിനക്ക് ഇടച്ചു വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂണ്ടെടുത്ത് കളയുക. പാപചിന്തയ്ക്കെതിരെ കരുണയില്ലാത്ത വിട്ടുവീഴ്ചയില്ലാത്ത ഒരു നിലപാടാണ് നാം ഓരോരുത്തരും സ്വീകരിക്കുക. മൂന്നാമതായി സീക്ക് ഡിവൈൻ ഹെൽപ്പ്, ദൈവിക സഹായം തേടുക. ബലഹീനരായ നമുക്ക് ദൈവത്തിൽ ശരണം പ്രാപിച്ച് സഹായം തേടുവാനായിട്ട് നിശ്ചയമായിട്ട് സാധിക്കും. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നാലാമതായി ഫൈറ്റ് വിത്ത് ദ പവർ ഓഫ് ഗോഡ്, ദൈവവചനത്തിന്റെ ശക്തിയാൽ നിങ്ങൾ പോരാടുക. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ എഫീസർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ ദൈവവചനമെന്ന ആത്മാവിന്റെ വാൾ കൈക്കൊള്ളുന്നു. വചനമാകുന്ന വാളെടുത്ത് തിന്മയ്ക്കെതിരെ പോരാടുവാൻ സാധിക്കും. അഞ്ചാമതായി ത്രൂ കണ്ടിന്യൂസ് വിജിലൻസ്, തുടർച്ചയായ ജാഗ്രതയും. സദൃശവാക്യം 4-ാം അധ്യായം 23-ാം വാക്യത്തിൽ സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. നമ്മുടെ ആത്മീയ തലം സദാ ഉണർന്നിരിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുന്ന സകലത്തിൽ നിന്നും ഒഴിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് പാപചിന്തകളിൽ നിന്നും തിന്മയിൽ നിന്നുമൊക്കെ ഒഴിഞ്ഞിരിക്കുവാനായിട്ട് സാധിക്കും. ഈ വേദപുസ്തക ചിന്തകൾ നമ്മെ പാപത്തിൽ നിന്നും ഒഴിഞ്ഞിരിക്കുവാൻ സഹായിക്കുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ദൈവിക സാദൃശ്യത്തിലേക്ക് അടുത്തു വരുവാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള ചോദ്യമാണ്, ബലഹീനരായ മനുഷ്യർക്ക് പാപത്തിൽ നിന്ന് വന്നിരിക്കുവാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം, അവൻ ശരീരത്തിൽ ബലപ്പെട്ടു. ദൈവം ഒരു മനുഷ്യ ശരീരത്തിൽ കൂടി അവതാരം ചെയ്യുന്നു എന്നുള്ളതാണ് മനുഷ്യ ശരീരത്തിന്റെ ഏറ്റവും വലിയ നിയമം. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം, പാപം ഒഴികെ സർവ്വത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമ്മുടെ കർത്താവിന്റെ പാപമില്ലായ്മ മനുഷ്യ ശരീരത്തിന്റെ യഥാർത്ഥമായ സത്യയിൽ പാപമില്ല എന്ന് നമുക്ക് വെളിവാക്കി. ഇന്ന് സന്ധ്യ നമസ്കാരത്തിലെ സദാ പ്രാർത്ഥനയിലും പ്രമേയങ്ങളിലും ഒക്കെ നാം ആവർത്തിച്ച് കേട്ട ഒരു ചിന്തയാണ്, ഞങ്ങളുടെ പൂർവ്വ സൗന്ദര്യം വീണ്ടും തരുവാനായി വന്ന നീ മനുഷ്യരിൽ വെച്ച് വിരൂപനെന്ന് വിളിക്കുന്നു. ഈ പരിശുദ്ധമായ കർശനമായ ആഴ്ചയിൽ നാം ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളോട് താതാത്മ്യപ്പെട്ട് ഈ ശുശ്രൂഷയിലൂടെ കടന്നു പോകുമ്പോൾ നാം ഇവിടെ ചിന്തിക്കുന്ന പ്രധാനമായ ഒരു ആശയങ്ങളിൽ ഒന്ന് ഇത് തന്നെയാണ്, നമ്മുടെ പൂർവ്വ സൗന്ദര്യം വീണ്ടും തരുവാനായി അവതരിച്ച ദൈവം. സാമ്യം നാം കൊണ്ടിടുവാൻ നമ്മുടെ സാമ്യം ദൈവ മനുഷ്യനായത് മനുഷ്യനെ ദൈവികരാക്കുവാനാണെന്നുള്ള അലക്സാന്ദ്രിയയിലെ വിശുദ്ധനായ അത്താനാസിസിന്റെ പ്രഖ്യാപനം കൂടി നാം ഈ അവസരത്തിൽ ശ്രദ്ധിക്കുന്നത്. എപ്രകാരമാണ് ഈ പൂർവ്വ സൗന്ദര്യം നമുക്ക് നേടിത്തന്നതെന്ന് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 21-ാം വാക്യം, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാണ്. പാപമില്ലാത്തവനായ ക്രിസ്തു നമ്മുടെ സാമ്യം കൊണ്ട് പാപപരിഹാരാർത്ഥം പാപികളായ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി സ്വയം പാപപരിഹാര ബലിയായിരുന്നു. ദൈവവുമായി അനീതിയിലായിരുന്ന നാം അനുരഞ്ജനം പ്രാപിക്കുകയും ക്രിസ്തുവിലൂടെ പുതിയ സൃഷ്ടിയായി രൂപപ്പെടുകയും ചെയ്തു. ഈ വാക്യത്തോട് ചേർന്ന് സഭാപിതാവായ ജെറുസലേമിലെ വിശുദ്ധനായ സിറിൽ നമ്മളെ പഠിപ്പിക്കുന്നു, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് ഒരു മറുവിലയായി മാറും. അവന് തന്നെ മറുവില ആവശ്യമല്ല, മറിച്ച് നമ്മുടെ ധിക്കാരപരമായ പാപത്തിന് നഷ്ടപരിഹാരമായി പിതാവാം ദൈവത്തിന് നൽകപ്പെടുന്നതാണ്. നമ്മുടെ പാപങ്ങളുടെ കടം വളരെ വലുതായിരുന്നു. അത് വീട്ടുവാൻ മനുഷ്യന് കഴിയില്ല. പുത്രൻ മനുഷ്യനാകേണ്ടതും അവൻ നമുക്ക് വേണ്ടി തന്റെ ജീവൻ നൽകേണ്ടതും ആവശ്യമായി. ആദ്യ മനുഷ്യനായ ആദാമിൽ മങ്ങിപ്പോയ ദൈവിക സാദൃശ്യം വീണ്ടും നൽകുവാനായി പാപപരിഹാരാർത്ഥം ക്രിസ്തു സ്വയം തന്മൂലമുണ്ടായ ദൈവിക നീതിയിൽ നമ്മുടെ പൂർവ്വ സൗന്ദര്യത്തെ വീണ്ടും പ്രോത്സാഹിപ്പിക്കുവാൻ ക്രിസ്തു സ്വയം മറുപടിയായി പിതാവിൽ നിന്ന് നമുക്ക് നൽകുന്നു. ക്രൂശിലെ പരമയാഗമാണ് നമ്മെ ദൈവിക സാദൃശ്യത്തിലേക്ക് വീണ്ടും നയിച്ചത്.
വിശ്വാസികൾ ദൈവത്തിന്റെ നീതിയായി മാറുന്നത് ക്രിസ്തുവിലൂടെയുള്ള സജീവമായ ബന്ധത്തിലൂടെയാണ്. നാം അവരിലും അവൻ നമ്മിലും വസിക്കുന്നതായ നാം അനുഷ്ഠിക്കുന്നതായ ഓരോ ഉദാശകളും നമസ്കാരങ്ങളും പ്രാർത്ഥനകളും ഒക്കെ തന്നെ ക്രിസ്തുവുമായിട്ടുള്ള സജീവ ബന്ധത്തിൽ നമ്മെ കൂട്ടിച്ചേർക്കുകയാണ്. ഈ ശ്രേഷ്ഠമായ ആരാധന പാരമ്പര്യത്തിന് നേതൃത്വം നൽകി വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരും നിയോഗിക്കപ്പെട്ടവരുമാണ് ഉപയോഗിക്കുന്ന ഓരോ വൈദിക വിദ്യാർത്ഥികൾ. ദൈവം നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നത് നാം ഈ ലോകത്തിൽ ഫലം കായ്ച്ച് ദൈവനാമം ബന്ധപ്പെടുത്തുന്നതാണ്. മുന്തിരിച്ചെടിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് കർത്താവ് ശിഷ്യന്മാർക്ക് ഈ പ്രബോധനം നൽകുന്നത്. മുന്തിരിച്ചെടിയുടെ കൃഷിരീതിയെ പറ്റി ഒന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഫലശ്വരീയമായവ വെട്ടിക്കളയുകയും കായ്ക്കുന്നവ കൂടുതൽ ഫലം കായ്ക്കുന്നതിനായി വെളുപ്പാക്കുകയും ചെയ്യുന്നതാണ് മുന്തിരി കൃഷിയുടെ. ഈ ഒരു സാഹചര്യത്തിലാണ് നാം ഇന്ന് ചിന്തിച്ചതിനെ പ്രസക്തി ചെയ്യുന്നത്. ക്രിസ്തുവിൽ വസിക്കുക എന്നത് ഊർജ്ജസ്വലമായ സ്ഥിരോത്സാഹത്തിലൂടെ മാത്രമേ നമുക്ക് സാധ്യമായിരിക്കുകയുള്ളൂ. അതിന് ആത്മാർത്ഥമായ ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായി മാത്രമേ സാധ്യമായിരിക്കുകയുള്ളൂ. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 15-ാം അധ്യായം 2-ാം വാക്യം, എന്നിൽ വസിക്കാത്ത കൊമ്പുകളെയും അവൻ നീക്കിക്കളയും. ഫലം കായ്ക്കുന്ന വിശ്വസ്തരായ ശിഷ്യന്മാർ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നതിന് ശക്തരാകത്തക്ക വിധം പരിശോധനകളും കഷ്ടതകളും നിശ്ചയമായി നേരിടേണ്ടതാണ്. തായ്ചെടിയാകുന്ന ക്രിസ്തുവിനോടുള്ള സന്തതമായ സംസർഗത്തിൽ കൂടി മാത്രമേ വിശ്വാസികളായ നമുക്ക് ഫലം കായ്ക്കുവാനായിട്ട് സാധിക്കും. ക്രിസ്തുവിൽ അന്വേഷിച്ചാൽ അവരിൽ നിന്നും ജീവരസം നമ്മിലേക്ക് പകരപ്പെടും. നാം ദൈവസ്വഭാവത്തിന്റെ ഭാഗമാക്കുന്നതായിരിക്കും. ശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 15-ാം അധ്യായം 8-ാം വാക്യം, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിന് എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണ്. നാം വളരെ ഫലം കായ്ക്കുമ്പോൾ പിതാവ് മഹത്വപ്പെടുന്നു. ആത്മാവിന്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതമാകുന്ന വൃക്ഷത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്നതിന് നമുക്ക് ഓരോരുത്തരും കഴിയണം. ആയതിന് ക്രിസ്തു നമ്മിലും നാം അവരിൽ വസിക്കുന്നതായ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കും. എന്നെ വസിപ്പി, ഞാൻ നിങ്ങളിൽ വസിക്കുന്നതിനുള്ള കർത്താവിന്റെ പ്രസ്താവന നമ്മുടെ ജീവിതങ്ങൾക്ക് ഒരു പുതിയ വെളിച്ചമായി തീരട്ടെ. നമുക്ക് ദൈവിക സാദൃശ്യത്തിലേക്കും ദൈവിക സ്വഭാവത്തിലേക്കും അടുത്തു വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധ നമ്മുടെ ഓരോരുത്തരെയും യോഗ്യരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകളിൽ ദൈവം നമ്മുടെ ഓരോരുത്തരെയും വളർത്തി.